Welcome to Career Maker powered by Adda 247. Today we are going to take the topic of Indian Parliament, that is Attorney General. നമ്മൾ എടുക്കുന്ന പോർഷൻ അറ്റോർണി ജനറൽ ആണ്. ദ അറ്റോർണി ജനറൽ ഈസ് എക്സ്പ്ലെയിൻഡ് ഇൻ വിച്ച് ആർട്ടിക്കിൾ എന്ന് വായിക്കും. അറ്റോർണി ജനറൽ ഏത് ആർട്ടിക്കിളിലാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 76 ഏതാണ് ആർട്ടിക്കിൾ നമ്പർ 76. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് തവണ പരീക്ഷ വന്നിട്ടുണ്ട്. റിലവൻ്റ് ആയിട്ട് നിൽക്കുന്ന പോർഷൻ എന്താണ്, നമ്മൾ അറ്റോർണി ജനറൽ റീഅസൈൻ ആ പോസ്റ്റിലോട്ട് എന്താണ് ആ പോസ്റ്റിംഗ് കൊടുത്തിട്ട് എന്താണ് അദ്ദേഹത്തിന് തന്നെയാണ് ഇപ്പം അവിടെ അറ്റോർണി ജനറൽ ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എന്താണ് ഈ പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ എന്താണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. സോ ദ അറ്റോർണി ജനറൽ ഈസ് മെൻഷൻഡ് ഇൻ വിച്ച് ആർട്ടിക്കിൾ എന്ന് വെച്ചാൽ ആർട്ടിക്കിൾ നമ്പർ 76. ആരാണ് അറ്റോർണി ജനറൽ? അറ്റോർണി ജനറൽ എന്ന് വെച്ചാൽ ഹി ഈസ് ദ ഹയസ്റ്റ് ലോ ഓഫീസർ. ഹയസ്റ്റ് ലോ ഓഫീസറാണ്. ഹയസ്റ്റ് ലോ ഓഫീസർ ആരെന്ന് വെച്ചാൽ ആരാണ്? അത് അറ്റോർണി ജനറൽ ആണ്. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ആരെങ്കിലും എഗെയിൻസ്റ്റ് എന്തെങ്കിലും കേസ് ഉണ്ടെന്ന് വെച്ചോ, ഏതെങ്കിലും പ്രൈവറ്റ് കമ്പനിയിലോ ആരെവിടെയെങ്കിലും നമ്മുടെ യൂണിയൻ ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് കാണൂലേ, ഇപ്പോൾ LIC വേഴ്സസ് ഏതെങ്കിലും അതർ കേസസ്, ഇങ്ങനെ എന്തെങ്കിലും വരുന്ന കേസസ് വന്നാൽ അതിൽ ആ സെൻട്രൽ ഗവൺമെൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവിടുത്തെ ലീഗൽ അഡ്വൈസർ ആയിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? അറ്റോർണി ജനറൽ എന്ന് പറയുന്നത്. ഹി ആക്ട് ആസ് ദ ലീഗൽ അഡ്വൈസർ ടു He act as the legal advisor of Government of India. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ എന്താണ് ലീഗൽ അഡ്വൈസറായിട്ട് ആക്ട് ചെയ്യുന്ന വ്യക്തിയാണ് ആര്? അറ്റോർണി ജനറൽ എന്ന് പറയുന്നത്. ഈ അറ്റോർണി ജനറൽ എന്ന് പറയുന്ന വ്യക്തിയുടെ പോസ്റ്റ് ഈസ് ഈക്വലൻ ടു ദ സുപ്രീം കോടതി ജഡ്ജ്. സുപ്രീം കോടതിയുടെ ജഡ്ജിന്റെ അതേ ഈക്വലൻ പോസ്റ്റ് ആണ് ഏത്? അറ്റോർണി ജനറൽ എന്ന് പറയുന്നത്. ഹി ഹാസ് ഗോട്ട് ദ ഈക്വലൻ പോസ്റ്റ് ഓഫ് സുപ്രീം കോർട്ട് ജഡ്ജ്. സുപ്രീം കോർട്ടിന്റെ എന്താണ് ജഡ്ജിന്റെ എന്താണ് ഈക്വലൻ പോസ്റ്റ് ആണ്. യെസ് ഗോഡ് ഈക്വലൻ പോസ്റ്റ് ഓഫ് സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജിന്റെ ഈക്വലൻ പോസ്റ്റ് ആണ് ആരൊക്കെയുള്ളത്? ഒരു അറ്റോർണി ജനറലിനുള്ളത്. ഹയസ്റ്റ് ലോ ഓഫീസർ ആണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് എന്താണ് ലീഗൽ അഡ്വൈസർ ആണ് ആര്? അറ്റോർണി ജനറൽ എന്ന് പറയുന്നത്. സുപ്രീം കോടതിയുടെ ജഡ്ജിന്റെ ഈക്വലൻ പോസ്റ്റ് ആണ് ആര്? അറ്റോർണി ജനറൽ എന്ന് പറയുന്നത്. അറ്റോർണി ജനറൽ പഠിക്കാൻ സിമ്പിൾ ആണ്. എന്താണ് അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. റിസൈൻ ചെയ്യുന്നത് ആരാണ്? റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കുന്നത് ആരൊക്കെ തന്നെയാണ്? പ്രസിഡന്റ് തന്നെയാണ്. സോ ഹീസ് അപ്പോയിന്റഡ് ബൈ എന്താണ്? അപ്പോയിന്റഡ് ബൈ പ്രസിഡന്റ്. അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. എന്നാൽ ഹി ഗിവ്സ് ഹിസ് റെസിഗ്നേഷൻ ആരൊക്കെ കൊടുക്കും? അതും പ്രസിഡന്റിന് തന്നെയാണ് കൊടുക്കുന്നത്. റെസിഗ്നേഷൻ ആരൊക്കെ തന്നെ കൊടുക്കും? അതും പ്രസിഡന്റിന് തന്നെയാണ് ഇദ്ദേഹം കൊടുക്കുന്നത്. സോ അറ്റോർണി ജനറൽ ഈസ് അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ്. ഹി ഗീവ്സ് ഹിസ് റെസിഗ്നേഷൻ ഓൾസോ ടു ദ പ്രസിഡന്റ് ആണ് വരുന്നത്. ഇനി ഒരു അറ്റോർണി ജനറലിന് എന്താണ് അസിസ്റ്റ് ചെയ്യാൻ 2 സോളിസിറ്റർ ജനറൽമാരെ വയ്ക്കും. ഒരു അറ്റോർണി ജനറലിന് എന്താണ് അസിസ്റ്റ് ചെയ്യാൻ? അറ്റോർണി ജനറൽ ഈസ് അസിസ്റ്റഡ് ബൈ ഒരു പോസ്റ്റ് ഉണ്ട്, അതാണ് സോളിസിറ്റർ ജനറൽ എന്ന് പറയും. എന്താണ് സോളിസിറ്റർ ജനറൽ? So the Attorney General is assisted by Solicitor General. ആരാണ് Solicitor General എന്ന് വെച്ചാൽ the second law officer of India. Solicitor General is the second law officer of India. ഇന്ത്യയുടെ രണ്ടാമത്തെ ലോ ഓഫീസർ ആരെന്ന് വെച്ചാൽ ആരാണ്? അത് സോളിസിറ്റർ ജനറൽ ആണ്. ഇന്ത്യയുടെ രണ്ടാമത്തെ ലോ ഓഫീസർ എന്ന് പറയുന്നത്. അപ്പോൾ ഹീസ് അസിസ്റ്റഡ് ബൈ സോളിസിറ്റർ ജനറൽ. ഇനി ആദ്യത്തെ അറ്റോർണി ജനറൽ, ഇന്ത്യസ് ഫസ്റ്റ് അറ്റോർണി ജനറൽ, ഫസ്റ്റ് AG എന്നാണ് സിമ്പിൾ വേർഡ്സ് പറയുന്നത്. ആർട്ടിക്കിൾ നമ്പർ എത്രയാണ് ഓർത്ത് വയ്ക്കുക? 76 ആണ് ആർട്ടിക്കിൾ നമ്പർ ആയിട്ട് വരുന്നത്. ആദ്യത്തെ AG, ദ ഫസ്റ്റ് AG ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ആദ്യത്തെ AG ആരെന്ന് വെച്ചാൽ ആരാണ്? ദാറ്റ് ഈസ് MV സെത്തിൽവേർഡ്.
സെത്തൽവാർഡ്. MV സെറ്റിൽവാർഡ് ആണ് എന്ത്? വിദേശിയാണ്, ബ്രിട്ടീഷാണ്. എന്താണ്? ഹീസ് ദ ഫസ്റ്റ് AG ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ആദ്യത്തെ AG എന്ന് പറയുന്നത്. ഇനി കറണ്ട് അഫയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പോർഷൻ, ഹു ഇസ് എ പ്രസന്റ് AG ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ പ്രസന്റ് AG. ഇന്ത്യയുടെ പ്രസന്റ് AG ആരെന്ന് വെച്ചാൽ KK വേണുഗോപാൽ. ഇദ്ദേഹമാണ് എന്ത്? ഈ പോസ്റ്റിലേക്ക് റീഅസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തി. KK വേണുഗോപാൽ ആണ് എന്ത്? ഈ പോസ്റ്റിലേക്ക് റീഅസൈൻ ചെയ്ത വ്യക്തി എന്ന് പറയുന്നത് KK വേണുഗോപാലാണ്. അപ്പോൾ പ്രസന്റും ഫസ്റ്റും പഠിച്ചു വയ്ക്കുക. സോളിസിറ്റർ ജനറൽ പൊതുവെ രണ്ട് വ്യക്തികളാണെന്ന് പറഞ്ഞാൽ പ്രസന്റ് സോളിസിറ്റർ ജനറൽ ഒരുപാട് ചേഞ്ചസ് വരാറുണ്ട്. പെട്ടെന്ന് എന്താണ് ക്വസ്റ്റ്യനിൽ അവർ ഇത് ഇടാറില്ല. എന്താണ്? പെട്ടെന്ന് നോക്കിയാൽ ചേഞ്ച് വന്നു പോകണം. അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പരീക്ഷ 2 മാസം 3 മാസത്തേക്കാണ് നടക്കുന്ന പരീക്ഷയിൽ ആ പോസ്റ്റിന് ചേഞ്ച് വന്നാൽ ക്വസ്റ്റ്യൻ പിന്നെ ക്യാൻസൽ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് പൊതുവെ സോളിസിറ്റർ ജനറൽ ചോദിക്കാറില്ല. അല്ല പെട്ടെന്നൊരു കറണ്ട് അഫയേഴ്സിനൊക്കെ എന്താ ചിലപ്പം ചോദിച്ചെന്നിരിക്കും. അതെന്താണ്? നോട്ട് ചെയ്ത് വയ്ക്കുക. നിങ്ങൾ തന്നെ എന്താണ് സോളിസിറ്റർ ജനറൽ നോട്ട് ചെയ്യണം. ഞാൻ ഇപ്പോഴത്തെ സോളിസിറ്റർ ജനറൽ പറഞ്ഞാൽ നിങ്ങളെ പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ വേറൊരു സോളിസിറ്റർ ജനറൽ ആയിട്ടുണ്ട്. എന്തായാലും എന്താണ് ആദ്യത്തെ സോളിസിറ്റർ ജനറലിന്റെ പേര് എഴുതിയിരിക്കാം. ഹു വാസ് എ ഫസ്റ്റ് സോളിസിറ്റർ ജനറൽ. ആദ്യത്തെ സോളിസിറ്റർ ജനറൽ ആരെന്ന് വെച്ചാൽ CK ദഫ്താരി. CK ദഫ്താരി ആയിരുന്നു എന്ത്? അന്ന് ഒരു പോസ്റ്റ് ഒറ്റ സോളിസിറ്റർ ജനറൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്നാണ് എന്ത്? ഈ CK ദഫ്താരി എന്നുള്ള വ്യക്തി മാത്രമായിരുന്നു. പക്ഷെ ഇന്നെന്ന് പറയുന്നത് എന്താണ്? 2 സോളിസിറ്റർ ജനറലിലോട്ടാണ് എന്ത് മാറിയിരിക്കുന്നത്. DAPHTARY. CK ദഫ്താരി വാസ് ദ ഫസ്റ്റ് സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. ആദ്യത്തെ AG ചോദിച്ചാൽ ആരാണത്? അത് MV സെറ്റിൽവാർഡ് ആണ്. പ്രസന്റ് AG എന്ന് പറയുന്നത് KK വേണുഗോപാൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോസ്റ്റാണ്. ഈ അറ്റോർണി ജനറൽ എന്ന് പറയുന്ന പോസ്റ്റ് എന്താണ്? അത് സ്റ്റേറ്റിലോട്ട് വരുമ്പോൾ, സ്റ്റേറ്റ് ഗവൺമെന്റിലോട്ട് വരുമ്പോൾ ഇതേപോലെ ഒരു ലോ ഓഫീസർ ആരൊക്കെയാണ് സ്റ്റേറ്റ് ഗവൺമെന്റിന് വേണ്ടേ? അതാണ് അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയും. സ്റ്റേറ്റ് ഗവൺമെന്റിലോട്ട് വരുമ്പോൾ പോസ്റ്റ് എന്തായിട്ട് മാറും? അഡ്വക്കേറ്റ് ജനറൽ ആയിട്ട് മാറും. അത് നമുക്ക് നോക്കാം. അതെന്താണ്? ഇത് നോക്കിയോളാം. അപ്പോയിന്റ് ചെയ്യുന്നതും പ്രസിഡന്റ്, റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കുന്നതും പ്രസിഡന്റിന് തന്നെയാണ്. അസിസ്റ്റഡ് വരുന്നത് SG സോളിസിറ്റർ ജനറൽ ആണ്. ബാക്കി നമ്മളെല്ലാം നോക്കി. ഇനി നമുക്ക് അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് നോക്കാം. അടുത്താണ് അഡ്വക്കേറ്റ് ജനറൽ. എന്താണ് അഡ്വക്കേറ്റ് ജനറൽ? അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ നമ്മൾ നേരത്തെ അറ്റോർണി ജനറലിൻ്റെ ആർട്ടിക്കിൾ എത്രയാണ്? 76 ആയിരുന്നു അഡ്വക്കേറ്റ് ജനറലിൻ്റെ ആർട്ടിക്കിൾ. അതിൻ്റെ ഓൾമോസ്റ്റ് ഡബിളിൻ്റെ എന്താ ഡബിൾ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്താണ് ഓൾമോസ്റ്റ് ഈക്വൽ ലൈക്ക് തിങ് ആണ്. എന്ത്? 165 ഈസ് ദ ആർട്ടിക്കിൾ നമ്പർ ഫോർ. അതാണ് അഡ്വക്കേറ്റ് ജനറലിന്റെ ആർട്ടിക്കിൾ നമ്പർ ഓർത്ത് വയ്ക്കുക 165. എന്തെങ്കിലും എന്താണ് ഒരു ഇതിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ എന്താണ് ഓർത്ത് വയ്ക്കുക? ആർട്ടിക്കിൾ നമ്പർ ഈസ് 165 ആണ്. ആര് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്? അഡ്വക്കേറ്റ് ജനറലിന്റെ ആർട്ടിക്കിൾ ആണ്. വാട്ട് ഈസ് ഹി? ഈസ് ദ ഹയസ്റ്റ് ലോ ഓഫീസർ ഓഫ് എ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിന്റെ ഹയസ്റ്റ് ലോ ഓഫീസർ ആണ് ആരെന്ന് പറയുന്നത്? അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്നത് ഹയസ്റ്റ് ലോ ഓഫീസർ ഓഫ് എന്താണ്? ഒരു സ്റ്റേറ്റ് ആണ് അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? ഹീസ് ഈക്വലന്റ് ടു ദ പോസ്റ്റ് ഓഫ് ഒരു ഹൈക്കോർട്ട് ജഡ്ജ്. ഒരു ഹൈക്കോർട്ട് ജഡ്ജിന്റെ ഈക്വലന്റ് പോസ്റ്റ് ആണ് ഓഫീസർ. ഹയസ്റ്റ് ലോ ഓഫീസർ ആണ്. എന്താണ് അടുത്ത? ഹീസ് ഈക്വലന്റ് to the post of a high court judge. ഒരു ഹൈക്കോർട്ട് ജഡ്ജിന്റെ എന്താണ് ഈക്വലന്റ് പോസ്റ്റ്? ഒരു ഹൈക്കോർട്ട് ജഡ്ജിന്റെ എന്താണ് ഈക്വലന്റ് പോസ്റ്റ് ആണ് ആരെന്ന് പറയുന്നത്? ഒരു അഡ്വക്കേറ്റ് ജനറൽ എന്നാണ്. അപ്പൊ അഡ്വക്കേറ്റ് ജനറലിന്റെ ആർട്ടിക്കിൾ ഓർത്ത് നോക്കിയാൽ 165. ഹു ഈസ് ദ ഹയസ്റ്റ് ലോ ഓഫീസർ ഓഫ് എ സ്റ്റേറ്റ് എന്ന് ചോദിച്ചാൽ ആരാണ്? അത് അഡ്വക്കേറ്റ് ജനറൽ ആണ്. ഹീസ് ഈക്വലന്റ് ടു ആരാണ്? എ ഹൈക്കോർട്ട് ജഡ്ജിന്റെ ഈക്വലന്റ് ആയിട്ടാണ് വരുന്നത്. ഇത്ര മാത്രമേ ഉള്ളൂ അഡ്വക്കേറ്റ് ജനറൽ. അപ്പൊ അറ്റോർണി ജനറൽ ആർട്ടിക്കിൾ 76, അഡ്വക്കേറ്റ് ജനറൽ 165. He is equivalent to the post of a Supreme Court judge. He is equivalent to the post of a High Court judge.
അപ്പോൾ ഇത്രയാണ് ഉള്ളത് അറ്റോർണി ജനറൽ, അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പറയാം. ഓക്കെ, ടുഡേ വി ആർ ഗോയിങ് ടു ടേക്ക് വൺ ഓഫ് ദ പോർഷൻ ഓഫ് പാർലമെൻറ്റ്, ദാറ്റ് ഈസ് CAG, ദ കോംപ്ട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അപ്പോൾ CAG എന്ന് പറയുന്ന പോസ്റ്റാണ്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് CAG എന്ന് പറഞ്ഞുകൊണ്ട്. CHSL ഒക്കെ വരാറുണ്ട്. എന്താണ്? കോംപ്ട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഓഡിറ്റർ ജനറൽ, കോംപ്ട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് എന്ത്? CAGയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ആദ്യം തന്നെ എന്താണ് ഈ കോംപ്ട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറയുന്നത്? അത് എന്താണ് ഓർത്തു വയ്ക്കാം. ഇനി നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താണ് നോക്കിയത്? ഏജ് നോക്കിയിട്ടുണ്ടായിരുന്നു. AGയുടെ ആർട്ടിക്കിൾ നമ്പർ എത്രയാണ്? 76 ആണ്. അതിൻ്റെ നേരെ ഡബിൾ എടുക്കുക. ഡബിൾ എടുക്കുമ്പോൾ എത്ര വരും? 148 വരും. 148 അല്ല വരുന്നത്, ആക്ച്വലി 158 ആണ് വരുന്നത്. പക്ഷെ ഓൾമോസ്റ്റ് സിമിലർ ലൈക്ക് AG, അഡ്വക്കേറ്റ് ജനറൽ, CAG മൂന്നും എന്താണ് ഓൾമോസ്റ്റ് എന്താണ് ഒരു ഡബിളും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് 1/2 അങ്ങനെയൊക്കെ എന്താണ് ഓർത്ത് വയ്ക്കുക ആർട്ടിക്കിൾ. അപ്പോൾ CAGയുടെ ആർട്ടിക്കിൾ നമ്പർ എത്രയെന്ന് വെച്ചാൽ 148 ആണ്. ആർട്ടിക്കിൾ നമ്പർ എത്രയാണ്? ആർട്ടിക്കിൾ ഈസ് 148. എത്രയാണ്? 148 ആണ് എന്ത്? CAGയുടെ ആർട്ടിക്കിൾ നമ്പർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോർഷൻ ആണ്. ഇപ്പോൾ എന്താണ് CAG, പുതിയ CAG വന്നിട്ടുള്ളതുകൊണ്ട് എന്താണ് ചോദിക്കാൻ ചാൻസസ് ഉണ്ടോ? എന്താണ് CAG എന്ന് വെച്ചാൽ? ഈ പോസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ, ഹി ഈസ് ദ വാച്ച് ഡോഗ് ഓഫ് പബ്ലിക് പേഴ്സ്. ജനങ്ങളുടെ പൈസ, ജനങ്ങളുടെ പേഴ്സിനെ സൂക്ഷിക്കുന്ന വ്യക്തിയാണ് ആര്? CAG എന്ന് പറയുന്നത്. ഇദ്ദേഹമാണ് എന്ത്? ഗാർഡിയൻ എന്നൊക്കെ അറിയപ്പെടുന്നത്. ഗാർഡിയൻ ഓഫ് പബ്ലിക് പേഴ്സ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഈസ് ദ സെയിം പേഴ്സൺ നോൺ ആസ് ദ ഗാർഡിയൻ ഓഫ് പബ്ലിക് പേഴ്സ്. ഗാർഡിയൻ ഓഫ് പബ്ലിക് പേഴ്സ്. പബ്ലിക് പേഴ്സിൻ്റെ ഗാർഡിയൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആര് തന്നെയാണ്? CAG തന്നെയാണ്. നമ്മളെ പൈസ, നമ്മൾ സൂക്ഷിക്കുന്ന പൈസകൾ എവിടെയൊക്കെയാണ് പോയിരിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് സെൻട്രൽ ഗവൺമെൻറ് യൂസ് ചെയ്യണത്, എത്രയൊക്കെയാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിന് അലൗഡ് ചെയ്തിട്ടുള്ളത്, എന്തൊക്കെ കമ്പനീസ് എത്രമാത്രം ടാക്സ് അടക്കുന്നത്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നോക്കുന്ന വ്യക്തിയാണ് ആര്? CAG എന്ന് പറയുന്നത്. ഹി ഈസ് ദ വാച്ച് ഡോഗ് ഓഫ് പബ്ലിക് പേഴ്സ്. ജനങ്ങളുടെ പൈസയ്ക്കുള്ള സുരക്ഷിത തീരുമാനിക്കുന്ന വ്യക്തി ആരാണ്? CAG ആണ്. ഹി ഈസ് മെൻഷൻഡ് ഇൻ വിച്ച് ആർട്ടിക്കിൾ എന്ന് വെച്ചാൽ ആർട്ടിക്കിൾ നമ്പർ 148 ആരെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുള്ള? CAG കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുള്ളത്. പിന്നെ എന്താണ്? He is the ear and eyes of ഏതാണ്? പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ഇയർ ആൻഡ് ഐസ് ആണ്. എന്താണ്? He is the ear and eyes of പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ എന്താണ്? ഇയർ ആൻഡ് ഐസ് ആണ് ആര്? നമ്മളുടെ CAG എന്ന് പറയുന്നത്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ഇയർ ആൻഡ് ഐസ് ആണ് ആരെന്ന് പറയുന്നത്? CAG എന്ന് പറയുന്നത്. ഗാർഡിയൻ ഓഫ് എന്താണ്? പബ്ലിക് പേഴ്സ് ആണ് ആരെന്ന് പറയുന്നത്? CAG എന്ന് പറയുന്നത്. പിന്നെ എന്താണ് വായിക്കാം? ഹി ഈസ് ദ ഹെഡ് ഓഫ് ദ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ്. ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ്. അതിലെന്താണ്? നമ്മുടെ രാജ്യത്ത് വരുന്ന എല്ലാ ഓഡിറ്റിംഗ് ആൻഡ് അക്കൗണ്ട്സിലെല്ലാം ആരാണ് നോക്കുന്നത്? ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ്. ആ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? CAG ആണ്, ദ കോംപ്ട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറയുന്നത്. സോ ഹി ഈസ് ദ ഹെഡ് ഓഫ് ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ്. ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? CAG ആണ്. വാച്ച് ഡോഗ് ആണ് എന്തിൻ്റെ? പബ്ലിക് പേഴ്സിന്റെ. ഗാർഡിയൻ ആണ് എന്തിൻ്റെ? പബ്ലിക് പേഴ്സിന്റെ. ഇയർ ആൻഡ് ഐസ് ആണ് എന്തിൻ്റെ? പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ഇയർ ആൻഡ് ഐസ് ആണ്. പിന്നെ ലാസ്റ്റ് വൺ ഈസ് ദ ഹെഡ് ഓഫ് ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് കമ്മിറ്റി എന്ന് പറയും. ഇനി ഇദ്ദേഹത്തിന് അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? ഹു അപ്പോയിന്റ് CAG എന്ന് വെച്ചാൽ ദ പ്രസിഡന്റ് അപ്പോയിന്റ് CAG. പ്രസിഡന്റ് ആണ് ആരെ അപ്പോയിന്റ് ചെയ്യുന്നത്? സോ CAG ഈസ് അപ്പോയിന്റഡ് ബൈ. CAG അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? അപ്പോയിന്റഡ് ബൈ ആരാണ്? പ്രസിഡന്റ് ആണ്. ഹി ഗീവ്സ് ഹിസ് റെസിഗ്നേഷൻ ലെറ്റർ. റെസിഗ്നേഷൻ ലെറ്റർ ആരെ കൊടുക്കും? പ്രസിഡന്റ് തന്നെയാണ്. റെസിഗ്നേഷൻ ലെറ്റർ ഗീവൻ ടു പ്രസിഡന്റ് ആണ്. നമ്മൾ ആദ്യം എന്താണ് പ്രൈം മിനിസ്റ്റർ നോക്കിയപ്പോൾ പറഞ്ഞു ഹി റെക്കമെൻഡ്സ് സർട്ടൻ പേഴ്സൺസ്. എല്ലാവരും അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആയിരിക്കും.
AG, CAG, UPS ചെയർമാൻ ഇവരൊക്കെ അപ്പോയിന്റ് ചെയ്യണം ആര് തന്നെയായിരിക്കും? പ്രസിഡന്റ് തന്നെയാണ്. പക്ഷേ ഇവർ ആരെയൊക്കെ അപ്പോയിന്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ആരാണ്? റെക്കമെൻഡ് ചെയ്യുന്നത് ആരാണ്? അത് പ്രൈം മിനിസ്റ്റർ. പ്രൈം മിനിസ്റ്റർ പറയുന്ന വ്യക്തിയെ മാത്രമേ ആരൊക്കെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റുള്ളൂ? പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യാനുള്ള അധികാരമുള്ളൂ. അങ്ങനെ അപ്പോയിന്റ് ചെയ്യുന്നതും CAG ആര് തന്നെയാണ്? പ്രസിഡന്റാണ്. റെസിഗ്നേഷൻ ആരൊക്കെ കൊടുക്കും? CAG എനിക്ക് മതിയായി, ഈ പോസ്റ്റിൽ എനിക്ക് സെർവ് ചെയ്ത് മതിയായി, ഞാൻ റിസൈൻ ചെയ്യുന്നു. പോസ്റ്റ് റിസൈൻ ചെയ്ത് പോകുമ്പോൾ ആരൊക്കെ കൊടുക്കും? CAGക്ക് തന്നെയാണ് എന്ത് ലെറ്റർ കൊടുക്കുന്നത്. ഇനി ഇദ്ദേഹം എത്ര കാലം ഈ പോസ്റ്റിൽ ഇരിക്കും എന്ന് ചോദിച്ചാൽ ഇദ്ദേഹം 6 years ഈ പോസ്റ്റിൽ ഇരിക്കാൻ പറ്റും. എത്ര കാലമാണ് ഈ പോസ്റ്റിൽ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ 6 years ഈ പോസ്റ്റിൽ ഇരിക്കാൻ പറ്റും. അല്ലെങ്കിൽ 65 years ഓഫ് ഏജ്. ഒന്നെങ്കിൽ എന്താണ് 6 years എന്താണ് ഈ പോസ്റ്റിൽ ഇരിക്കും, 6 years ഈ പോസ്റ്റിൽ ഇരിക്കും. അല്ലെങ്കിൽ എന്താണ് 65 years ഓഫ് ഏജ്. ടെന്യൂർ എന്ന് പറയുന്നത് എത്രയാണ്? 6 years or 65 years of age. 65 years of age. 65 വയസ്സാകുവേ അല്ലെങ്കിൽ 6 വർഷം കംപ്ലീറ്റ് കഴിഞ്ഞാൽ CAGയുടെ പോസ്റ്റ് എന്താണ്? ആ ടെന്യൂർ കംപ്ലീറ്റ് ആണ്. CAGയുടെ പോസ്റ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. പിന്നെ ഇദ്ദേഹത്തിന് ഒരിടത്തും എന്താണ് ജോലിക്ക് പോകാൻ പാടില്ല. എന്തുകൊണ്ടാണ്? ഇദ്ദേഹത്തിന് ഇന്ത്യയുടെ ഫിനാൻഷ്യലിൻ്റെ ഓഡിറ്റിങ്ങിൻ്റെ കംപ്ലീറ്റ് സംഭവങ്ങൾ എന്താണ് അറിയാവുന്ന വ്യക്തിയാണ് CAG എന്ന് പറഞ്ഞാൽ. അദ്ദേഹം 6 വർഷമായിട്ട് ഇന്ത്യയുടെ കംപ്ലീറ്റ് CAG എവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ആരൊക്കെ അറിയാം? CAG അറിയാം. അതുകൊണ്ട് ഇനി ഇദ്ദേഹം ഒരു പോസ്റ്റിലും എന്താണ് വർക്ക് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് എന്താണ് he never go for any service after his retirement. So he is served till 6 years or 65 year of age. Then he doesn't go for any work. He has to sit at home. ഇനി he's got the equivalent post of. ഇദ്ദേഹത്തിന് ആറ് equivalent പോസ്റ്റ് ആണ് കിട്ടിയിട്ടുള്ളതെന്ന് വെച്ചാൽ സുപ്രീം കോർട്ട് ജഡ്ജിൻ്റെ, സുപ്രീം കോർട്ടിൻ്റെ നമ്മൾ AGയെ പോലെയാണ് സുപ്രീം കോർട്ട് ജഡ്ജിൻ്റെ ഈക്വലന്റ് പോസ്റ്റ്. ഈക്വലന്റ് പോസ്റ്റ് ആണ്. സുപ്രീം കോർട്ട് ജഡ്ജിൻ്റെ എന്താണ് ഈക്വലന്റ് പോസ്റ്റാണ് കിട്ടിയിട്ടുള്ളത്. ഇതൊക്കെയാണ്, ഇത് മാത്രമേ ഉള്ളൂ എന്ത് CAGയെ കുറിച്ച് പഠിക്കാനുള്ളത്. ആദ്യം CAGയുടെ ഫുൾ ഫോം തന്നെ അറിഞ്ഞിരിക്കുക. എന്താണ്? കോംപ്ട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറയും. ഏത് ആർട്ടിക്കിളിലാണ് മെൻഷൻ ചെയ്യണം? 148th ആർട്ടിക്കിളിലാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇദ്ദേഹത്തിന് എന്തൊക്കെ പേരിൽ അറിയപ്പെടും? ഗാർഡിയൻ ഓഫ് എന്താണ് പബ്ലിക് പേഴ്സൺ, വാച്ച് ഡോഗ് ഓഫ് പബ്ലിക് പേഴ്സൺ എന്നറിയപ്പെടും. ഇയർ ആൻഡ് ഐസ് ഓഫ് പബ്ലിക് ആൻഡ് അക്കൗണ്ട്സ് കമ്മിറ്റിയും പിന്നെ എന്താണ് ഹെഡ് ഓഫ് ദ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഹെഡായിട്ട് ഇദ്ദേഹം ഇരിക്കും. ഇദ്ദേഹത്തിന് അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്? പ്രസിഡൻ്റാണ്. റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കുന്നതും പ്രസിഡൻറ്റിനാണ്. ആരാണ് പറയുന്നത് കൊടുക്കാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ പോസ്റ്റിലോട്ട്? അത് പ്രൈം മിനിസ്റ്ററാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്ത് ടെന്യൂർ എന്ന് പറയുന്നത് 6 years ആണ്, അല്ലെങ്കിൽ 65 years ഓഫ് ഏജ് ആണ് ഇദ്ദേഹത്തിൻ്റെ ടെന്യൂർ എന്ന് പറയുന്നത്. ഇത് ഇതിൻ്റെ കൂടെ ഈക്വലന്റ് പോസ്റ്റ് സുപ്രീം കോടതിയുടെ ജഡ്ജിൻ്റെ കൂടെ ഇദ്ദേഹത്തിൻ്റെ എന്താണ് ഈക്വലന്റ് പോസ്റ്റ്. അങ്ങനെ ആദ്യമായിട്ട് ഇന്ത്യയുടെ CAG ആയ വ്യക്തി, ദ ഫസ്റ്റ് CAG ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ആദ്യ CAG. ഫസ്റ്റ് CAG ഓഫ് ഇന്ത്യ, ഫസ്റ്റ് CAG ആരെന്ന് വെച്ചാൽ V. നരിഹരി റാവു. നരിഹരി റാവു ആണ് എന്ത് ഇന്ത്യയുടെ ആദ്യത്തെ CAG, ദ ഫസ്റ്റ് CAG ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് V. നരിഹരി റാവു. ഇനിയാണ് കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കിലായിട്ട് റിലവൻ്റ് ആയിട്ട് പോർഷൻ വരുന്നത് എന്താണ്? പ്രസന്റ് CAG. ഉറപ്പായിട്ടും ഈ വർഷം വരുന്ന ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എക്സാമിനെങ്കിലും ഷുവർ ഒന്നിൽ കൂടുതൽ എക്സാമിന് വരാനുള്ള ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് ഹൂ ഈസ് ദ പ്രസന്റ് CAG. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇദ്ദേഹം എവിടുത്തെ ഗവർണർ, ലഫ്റ്റനൻറ്റ് ഗവർണറായിരുന്നു എവിടുത്തെ ജമ്മു ആൻഡ് കശ്മീരിന്. ഇദ്ദേഹത്തിന് അവിടുന്ന് പോസ്റ്റ് മാറ്റിയാണ് എന്ത് CAG എന്ന് പറഞ്ഞ പോസ്റ്റ്. മുൻകാല സിവിൽ സെർവൻ്റ് ആയിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ പേരെന്താണ്? GC മുർമു. GC മുർമു എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ത് ദ പ്രസന്റ് എന്താണ് ദ പ്രസന്റ് CAG ഓഫ് ഇന്ത്യ. ദ പ്രസന്റ് CAG ഓഫ് ഇന്ത്യ. ആദ്യത്തെ CAG എന്താണ്? V. നരിഹരി റാവു. എല്ലാവരും ചിലപ്പോൾ എന്താണ് പ്രസന്റ് നോക്കിയിട്ടും ഫസ്റ്റ് നോക്കിയിട്ട് പോലെ ചിലപ്പോൾ അതായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ഫസ്റ്റ് CAG ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. നരിഹരി റാവു എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഓർത്ത് നോക്കിയാൽ 148. ഇത് എത്രയാണ് CAGയെ കുറിച്ചുള്ള ഇമ്പോർട്ടൻറ്റ് പോർഷൻ എന്ന് പറയുന്നത്. ഇതോടെ എന്താണ് പോസ്റ്റുകളെല്ലാം നമ്മൾ എന്താണ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് കമ്മീഷൻസ് കുറച്ചുണ്ട്. UPSC, ഹ്യൂമൻ റൈറ്റ്സ്, അങ്ങനത്തെ കമ്മീഷൻസ് എന്താണ് ഇനി നമുക്ക് നോക്കാനുള്ള അത് നോക്കാം. ടുഡേ ഐ എം ഗോയിങ് ടു ടേക്ക് വൺ ഓഫ് ദ അതർ ടോപ്പിക് ഓഫ് ഇന്ത്യൻ പൊളിറ്റി, ദാറ്റ് ഈസ് എ ചീഫ് മിനിസ്റ്റർ.
അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ CM എന്ന് പറയുന്ന പോസ്റ്റാണ് എടുക്കുന്നത്. ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്ന പോർഷൻ എന്താണ്, വളരെ ചെറിയൊരു പോസ്റ്റാണ്. എന്ത് CM എന്ന് പറയുന്നത് എന്താണ്, വളരെ ചെറിയൊരു പോർഷനാണ് ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ചീഫ് മിനിസ്റ്റർ റിലേറ്റ് ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണ്? ചീഫ് മിനിസ്റ്ററിനെ റിലേറ്റ് ചെയ്യുന്ന ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾ 164 ആണ്. ചീഫ് മിനിസ്റ്ററിനെ കുറിച്ച് റിലേറ്റ് ചെയ്യുന്ന ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾ 164 ആണ്. എന്ത് ചീഫ് മിനിസ്റ്ററിനെ കുറിച്ച് റിലേറ്റ് ചെയ്യുന്ന ആർട്ടിക്കിൾ 164 ആണ്. ആരാണ് ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത്? ഒരു ഗവൺമെൻറ് എന്താ, സ്റ്റേറ്റ് ഗവൺമെൻറ് ഹെഡാണ് എന്ത് CM എന്ന് പറയുമ്പോൾ. സ്റ്റേറ്റ് ഗവൺമെൻറ് ഹെഡായിട്ട് വരുന്ന വ്യക്തിയാണെന്ത് CM എന്ന് പറയുന്നത്. ഹീ ഈസ് ദ ഹെഡ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ്. എങ്ങനെയാണോ പ്രൈം മിനിസ്റ്ററിൻ്റെ പോയിന്റ് നിങ്ങൾക്ക് പ്രൈം മിനിസ്റ്റർ നമ്മൾ എന്തൊക്കെ പോയിന്റ്സ് പഠിച്ചു അതിനെ സ്റ്റേറ്റ് ലെവലിൽ ചിന്തിക്കുക. അത് മാത്രമാണ് എന്ത് ഒരു CMൻ്റെ ക്വാളിറ്റീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പഠിക്കാനുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത്. സോ ഈസ് ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. സ്റ്റേറ്റ് ഗവൺമെൻറ് ഹെഡ് ഓഫ് ദ എന്താണ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. ഒരു ഇപ്പോൾ സപ്പോസ് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ട്. ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട്, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിലും ഉണ്ട്. ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ സ്റ്റേറ്റിലാണ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉള്ളത്? ഇപ്പോൾ 6 സ്റ്റേറ്റ്സിന് മാത്രമേ ഉള്ളൂ. അതിനൊരു കോഡൊക്കെ പറഞ്ഞ് തുമ്പക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോഡൊക്കെ പറഞ്ഞു തന്നത്. 6 സ്റ്റേറ്റുകളിൽ മാത്രമേ ലെജിസ്ലേറ്റീവ് കൗൺസിലുള്ളൂ. പക്ഷേ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്താണ്, എല്ലാ സ്റ്റേറ്റുകൾക്കും ഉണ്ട്. ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ നിയമസഭ, കേരള സ്റ്റേറ്റ് നിയമസഭ പോലെ എല്ലാ സ്റ്റേറ്റുകളിലും നിയമസഭയുണ്ട്. ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് എന്ന് വെച്ചാൽ അതിൽ വെറും 500 സീറ്റ്സ് മാത്രമേ മാക്സിമം ആയിട്ട് പോകുള്ളൂ. സോ ഇൻ എവറി സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി മാക്സിമം സീറ്റ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 500 ആണ്. 500 കൂടുതൽ എന്താണ് ഒരിക്കലും പൊക്കിയുള്ളൂ. ഇപ്പോൾ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ സീറ്റ്സ് എത്രയാണ്? 140 ആണ്. ഒരിക്കലും എന്താണ് 500 ആവില്ല. 500 കൂടുതൽ എന്താ പൊക്കിയൂടെ? ഇങ്ങനെ എന്താണ് പോപ്പുലേഷൻ ഗ്രോത്ത് ചെയ്ത് പൊക്കണം. ഇപ്പോൾ എന്താ കേരളത്തിൻ്റെ ആക്ച്വൽ പോപ്പുലേഷൻ എടുത്താൽ ചിലപ്പോൾ 140 അല്ല. ഞാൻ പറഞ്ഞു സെൻസസ് എപ്പോഴത്തെ ഉണ്ടോ, 1971 സെൻസസ് ആണ് നോക്കുന്നത്. ഇപ്പോഴത്തെ റീസൺ അറ്റ്ലീസ്റ്റ് 2011 സെൻസസ് എടുത്താൽ പോലും ഒരു 200+ സീറ്റ്സ് ഒക്കെ എന്താണ് കേരളത്തിന് മാത്രം വരും. ഇപ്പോൾ കേരളത്തിന് 200 വന്നു കഴിഞ്ഞാൽ വലിയ സ്റ്റേറ്റുകളായ ഉത്തർപ്രദേശ്, ബീഹാർ, മധ്യപ്രദേശ് പോലത്തെ വലിയ സ്റ്റേറ്റുകൾക്ക് എന്തായിരിക്കും, അവർ ഷുവറായിട്ട് എന്താണ് 500+ സീറ്റ്സിലോട്ട് പോകും. പക്ഷേ ആ ലിമിറ്റ് കുറയ്ക്കാൻ എന്താണ് 500 സീറ്റ്സിൻ്റെ അപ്പുറം ഒരു സ്റ്റേറ്റുകൾക്കും എന്താണ് പോകാൻ പാടില്ല. അവരുടെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ മാക്സിമം സീറ്റ്സ് എത്രയാണ്? 500 സീറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയെക്കുറിച്ച് ഇത് മാത്രമേ ഉള്ളൂ എന്താണ് ഒരു പോയിന്റ് പഠിക്കാനെന്ന് പറഞ്ഞാൽ. പിന്നെ എന്താണ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ഹിന്ദി ടേമാണ് വിധാൻ സഭ എന്ന് പറയും. എന്തെന്ന് പറയും? വിധാൻ സഭ എന്ന് പറയും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. അപ്പോൾ ഒരു ബൈക്യാമറൽ 2 ഹൗസ് വരും ചില സ്റ്റേറ്റുകൾക്ക്. അതാണ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിലിലോട്ട് മാറുന്നത്. അങ്ങനെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിലിനെ പറയണേന് വിധാൻ പരിഷത്ത്. സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിലിന് എന്തെന്ന് പറയും? വിധാൻ പരിഷത്ത് എന്ന് പറയും. വിധാൻ ഹിന്ദി ടേമാണ്, ചോദിക്കാറുണ്ട്. വിച്ച് ഓഫ് ദ ബിലോ ഗീവൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് നോൺ ആസ് വിധാൻ സഭ എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. വിധാൻ പരിഷത്ത് എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിലിന് എന്തെന്ന് പറയും? വിധാൻ പരിഷത്ത് എന്നാണ് പറയുന്നത്. എത്ര വിധാൻ പരിഷത്ത് ഉണ്ടെന്ന് ചോദിച്ചാൽ എത്ര എണ്ണം ഉണ്ട് ഇന്ത്യക്കകത്ത്? 6 വിധാൻ പരിഷത്താണ് ഉള്ളത്. എത്രയാണുള്ളത്? 6 വിധാൻ പരിഷത്താണ്. നമ്മുടെ സ്റ്റേറ്റിൽ എത്ര വിധാൻ പരിഷത്ത് ഉണ്ടെന്ന് വെച്ചാൽ എത്രയാണ്? 6 വിധാൻ പരിഷത്താണ് ഉള്ളത്. ഇനി നമ്മൾ രാജ്യസഭ പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? അവിടെ 12 മെമ്പേഴ്സ് നോമിനേറ്റഡ് ആയിട്ട് വരും. ആ 12 മെമ്പേഴ്സിന് നോമിനേറ്റ് ചെയ്യണം 4 ഫീൽഡിൽ നോക്കിയാണ്. ആർട്സ്, സോഷ്യൽ സർവീസ്, സയൻസ്, പിന്നെ എന്താണ് ലിറ്ററേച്ചർ. ഈ 4 ഫീൽഡാണ് നോക്കുന്നത്. പക്ഷേ ഇവിടെ വരുമ്പം സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ വരുമ്പോൾ എന്താണ്, ഇവിടെ ആ ഫീൽഡ് മാറും. ഇവിടെ വരുന്ന ഫീൽഡ്സ് ഏതൊക്കെയെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറയുന്നത് എന്താണ്, ലിറ്ററേച്ചറുണ്ട്. അതുപോലെയാണ് സെൻറ്റർ പോലെ തന്നെയാണ് ലിറ്ററേച്ചറുണ്ട്. പിന്നെ എന്താണുള്ള സയൻസും ഉണ്ട്, ലിറ്ററേച്ചറുണ്ട്, സയൻസ് ഉണ്ട്. പിന്നെ എന്താണ് സോഷ്യൽ സർവീസും ഉണ്ട്. സോഷ്യൽ സർവീസും എന്താണ് നോമിനേഷന് പെടുന്ന ഒരു കാറ്റഗറിയാണ് സോഷ്യൽ സർവീസ്. ഫോർത്ത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ്. രാജ്യസഭയിലെ നോമിനേഷനിൽ ഫോർത്ത് എന്ന് പറഞ്ഞാൽ ആർട്സ് ആണ്. പക്ഷേ വിധാൻ പരിഷത്ത് അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ വരുമ്പോൾ ആ ഫോർത്ത് കാറ്റഗറി ആണെന്ന് വെച്ചാൽ
കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്ന് പറയും. എന്താണ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്? കോപ്പറേറ്റീവ് മൂവ്മെൻ്റ് ആണ് എന്ത് ആ ഫോർത്ത് കാറ്റഗറി. എന്താണ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്, എന്തിനെ റിലേറ്റ് ചെയ്ത് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ആകെപ്പാടെ വരുന്ന ചോദ്യം എന്താണ്, ഫ്രം എമംഗ് ദ ഫോർ ഗീവൻ ബിലോ ഫ്രം വിച്ച് കാറ്റഗറി ദ വിധാൻ പരിഷത്ത് കൗൺസിൽ മെമ്പേഴ്സ് ആർ സെലക്ട് ദ നോമിനേറ്റഡ് എന്ന് ചോദിച്ചാൽ അതിലൊന്ന് കോപ്പറേറ്റീവ് മൂവ്മെൻ്റ് എന്ന് ഓർത്ത് വയ്ക്കുക. മറ്റേതിൽ രാജ്യസഭയിൽ ആർട്സ് ആണ്. ഈ ഒരു ചേഞ്ച് മാത്രമേ ഉള്ളൂ. ഇവിടെ എപ്പോഴും എന്താണ് ഓർത്ത് വയ്ക്കുക. സ്റ്റേറ്റ് ആണെങ്കിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് റെസ്റ്റ് ഓഫ് ദ ത്രീ സെയിം ആണ്. സെൻറ്റർ ആണെങ്കിൽ റെസ്റ്റ് ഓഫ് ദ ത്രീ സെയിമും കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിന് വരെ എന്തായിട്ട് പോകും, ആർട്സ് ആയിട്ട് മാറും. ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. ആർട്ടിക്കിൾ റിലേറ്റ് ചെയ്യുന്ന 164 ആണ്. അദ്ദേഹം ചെന്നിരിക്കുന്ന എവിടെ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലാണ് ഇരിക്കുന്നത്. അതിന് വിധാൻസഭ എന്ന് പറയും. ഇന്ത്യക്കകത്തുള്ള ഏത് വിധാൻസഭയുടെ മാക്സിമം സീറ്റ് 500 ആണ്. അല്ലെങ്കിൽ എന്താണ് വിധാൻ കൗൺസിൽ എന്ന് പറഞ്ഞുകൊണ്ടുണ്ട്. അതിന് ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്നുണ്ട്. അതിനെന്തെന്ന് പറയും, വിധാൻ പരിഷത്ത് എന്ന് പറയും. അതുള്ളത് എത്ര സ്റ്റേറ്റാണ്, 6 സ്റ്റേറ്റ് മാത്രമേ ഉള്ളൂ. ആ 6 സ്റ്റേറ്റുകളിൽ നോമിനേഷൻ നടക്കാറുണ്ട്. കുറച്ച് പേര് എടുക്കുന്ന 4 ഫീൽഡാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ഇനി ചീഫ് മിനിസ്റ്ററിന് അപ്പോയിന്റ് ചെയ്യുന്ന വ്യക്തി ആരാണ്? ചീഫ് മിനിസ്റ്ററിന് അപ്പോയിന്റ് ചെയ്യുന്ന വ്യക്തി ആരെന്ന് വെച്ചാൽ ആരാണ്? ഗവർണറാണ് ചീഫ് മിനിസ്റ്ററിന് അപ്പോയിന്റ് ചെയ്യുന്നത്. ആരാണ് ചീഫ് മിനിസ്റ്ററിന് അപ്പോയിന്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം? എന്താണ്? ഗവർണറാണ് എന്ത് ചീഫ് മിനിസ്റ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഗവർണറാണ് എന്ത് ചീഫ് മിനിസ്റ്ററിന് അപ്പോയിന്റ്. ഗവർണർ എന്താണ് നമ്മൾ തൊട്ട് മുമ്പിലത്തെ ക്ലാസ് നോക്കുന്നത്. എന്താണ് ഗവർണർ? ഗവർണറിൻ്റെ ഡീറ്റെയിൽസ് പഠിച്ചിരുന്നു. ഏതാണ് ആർട്ടിക്കിൾ കംപ്ലീറ്റ് നോക്കിയത്. അതുകൊണ്ട് ഗവർണറെ കുറിച്ച് ഒന്നും പറയുന്നില്ല. അപ്പോയിന്റ് ചെയ്യുന്ന വ്യക്തി ആരാണ്? ഗവർണറാണ്. ഇനി ചീഫ് മിനിസ്റ്റർ ആയിട്ടൊരു വ്യക്തി വരെയാണ്. ആ വ്യക്തി ഐദർ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായിരിക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 6 സ്റ്റേറ്റുകളെ കേസ് എടുത്താൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ അംഗമായിരിക്കണം. എസ്പെഷ്യലി ബാക്കി നമ്മൾ മേജർ സ്റ്റേറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് സ്റ്റേറ്റ് 22 സ്റ്റേറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ സ്റ്റേറ്റ് അസംബ്ലിയുടെ അംഗമായി തന്നെ ആവണം. പക്ഷേ ഒരു അംഗമല്ലാത്ത ആൾക്കും എന്താണ്, ഇഫ് ഹി ഈസ് നോട്ട് എ മെമ്പർ ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഹി ക്യാൻ ബി ദ CM, ചീഫ് മിനിസ്റ്റർ ആവാൻ പറ്റും. ഞാൻ പ്രൈം മിനിസ്റ്റർ പഠിച്ചപ്പോൾ നരസിംഹറാവുവിൻ്റെ എക്സാമ്പിൾ പറഞ്ഞിരുന്നു. രാജ്യസഭയുടെയും ലോക്സഭയുടെയും മെമ്പർ ആവാതിരുന്നിട്ട് എന്താണ് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുണ്ട്. അതേപോലെ ചീഫ് മിനിസ്റ്റർ ആവാൻ എന്താണ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ എന്താണ് മെമ്പർ ആവണ്ട. പക്ഷേ മെമ്പർ ആവണം വിത്തിൻ 6 months ആഫ്റ്റർ ഹി ഹാസ് ബീൻ എലക്റ്റഡ് ആസ് ദ CM. സോ എനി പേഴ്സൺ ക്യാൻ ബി ദ ചീഫ് മിനിസ്റ്റർ ഓഫ് their own state. If he is not a member of any of the houses, he can be the chief minister, but within 6 months he has to contest from a place and win the election. പക്ഷെ എന്താണ് ജയിക്കണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് മഹാരാഷ്ട്രയിലെ കേസ് പറഞ്ഞിരുന്നു. മഹാരാഷ്ട്രയിൽ എന്താണ് NCPയും കോൺഗ്രസും ശിവസേനയും തമ്മിൽ എന്താണ് ശിവസേന പറഞ്ഞ ആദിത്യ ഠാക്കറെ ആക്കണമെന്ന്, ശരത് പവാറിൻ്റെ പാർട്ടി ഒന്നും ആക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ എന്താണ് തീരുമാനത്തിൽ വന്നത്? ലാസ്റ്റ് ഉദ്ധവ് ഠാക്കറെ എന്താണ് CM ആയിട്ട് ആക്കി. പക്ഷേ ഉദ്ധവ് ഠാക്കറെ ഇലക്ഷനെ കോൺടെസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഉദ്ധവ് ഠാക്കറെക്ക് അവിടുത്തെ CM ആവാൻ പറ്റി. ഓത്തെടുത്തു, അപ്പോയിൻമെൻറ്റ് അവിടെ എന്താണ് CM ആയിട്ട് ഇരിക്കുന്നു മഹാരാഷ്ട്രയിൽ. പക്ഷേ ഉദ്ധവ് ഠാക്കറെ വിത്തിൻ 6 months എന്താണ് CM ഓഫ് എന്താവണം, CM ആവണമെങ്കിൽ എന്താണ് എവിടുന്നെങ്കിലും ഏതെങ്കിലും ഒരു കൗൺസിലിൽ നിന്നോ അല്ലെങ്കിൽ അസംബ്ലിയിൽ നിന്നോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് എന്താണ് ജയിക്കണം. ഫ്രം എനി വൺ ഓഫ് ദ പ്ലേസ് ഹി ഹാസ് ടു കോൺടെസ്റ്റ് ഇലക്ഷൻ ആൻഡ് വിൻ. അപ്പോൾ എന്താണ് ജയിക്കണം. അത് ജയിച്ചില്ലെങ്കിൽ എന്താണ് അദ്ദേഹം CM നിന്ന് ആ പോസ്റ്റിൽ നിന്ന് എന്താ ഔട്ടാവും. പക്ഷേ ആക്ച്വലി അദ്ദേഹത്തിൻ്റെ ഉദ്ധവ് ഠാക്കറയുടെ ടൈം പീരീഡ് കഴിഞ്ഞു. പക്ഷേ കോവിഡിൻ്റെ ഇതായതുകൊണ്ട് എന്താണ് ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഇന്നും CM ആയിട്ട് ഇരിക്കുന്നത്. ഓക്കെ, അപ്പം വിത്തിൻ 6 months ആ സെൻറ്റൻസ് എഴുതിക്കോളാം നിങ്ങൾ ബുക്കിൽ എഴുതുമ്പോൾ. എ പേഴ്സൺ ക്യാൻ ബി ചീഫ് മിനിസ്റ്റർ without contesting from election, but he has, if after becoming the chief minister, he has to contest in an election and win within 6 months. Win within 6 months. Within 6 months. Within 6 months എന്താണ് ജയിച്ച് തന്നെ ആവണം. എവിടുന്നെങ്കിലും പോയി എന്താണ് 6 months ജയിക്കണം. ഒന്നെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഏതെങ്കിലും ഒരു സ്ഥലം ഇലക്ഷൻ നടന്നിട്ടില്ലെങ്കിൽ അവിടെ ചെന്ന് എന്താണ് കോൺടെസ്റ്റ് ചെയ്ത് ജയിക്കണം. അല്ലെങ്കിൽ എന്താണ് കൗൺസിൽ. പൊതുവെ എന്താണ് കൗൺസിൽ ഉള്ളിടത്ത് ഇത് നടക്കുകയുള്ളൂ. അസംബ്ലി ഉള്ളിടത്ത് ഇപ്പോൾ കേരളത്തിൽ 140 സ്ഥലത്ത് നടന്ന് 140 സ്ഥലത്ത് ഇലക്ഷൻ റിസൾട്ട് വന്നു. ഇനി എവിടെയെങ്കിലും ചെന്ന് നിൽക്കാൻ പറ്റൂല. അല്ലെങ്കിൽ ഒരു ആംഗ്ലോ ഇന്ത്യനോ എന്തെങ്കിലും ആവണം, എന്നാൽ മാത്രമേ പറ്റുള്ളൂ. അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ, ഇപ്പോൾ മഹാരാഷ്ട്ര സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിലുണ്ട്. അതുകൊണ്ട് എന്താണ് ഡയറക്റ്റ് ഇലക്ഷൻ എന്താണ് ആൾക്കാർ ചെന്ന് വോട്ടൊന്നും ചെയ്യേണ്ട. അവിടുന്ന് എവിടെന്നെങ്കിലും എന്താണ് ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ മെമ്പർ ആയിക്കഴിഞ്ഞാൽ എന്താണ് പാർട്ടി വോട്ടിൽ എന്താണ് ആളിന് CM ആവാൻ പറ്റും. അല്ലാത്ത പക്ഷം
ഏതെങ്കിലും ഇപ്പോൾ സ്ഥലത്ത് ഇലക്ഷൻ നടന്നിട്ടില്ല, അല്ലെങ്കിൽ എന്താണ് വേക്കൻ്റ് ആയിട്ട് എന്തെങ്കിലും ചില സ്ഥലത്ത് ഇലക്ഷൻ നടക്കൂല, ക്യാൻസൽ ചെയ്ത് അവിടുത്തെ ഇലക്ഷൻ, അവിടെ റീ ഇലക്ഷൻ നടക്കുമ്പോൾ അവിടെ വീണ്ടും കാൻഡിഡേറ്റ് മാറി വന്ന് നിന്ന് എന്താണ് തിരിച്ച് CM ആവാൻ പറ്റും. ഇത്രയും ആവത്ത് വയ്ക്കുക. ഇനി CM ആവാനുള്ള യോഗ്യതകൾ എന്താണ് ഒരു ചീഫ് മിനിസ്റ്റർ ആവാനുള്ള യോഗ്യത? ഒറ്റ കാര്യം കൂടി പറഞ്ഞിട്ടെങ്കിൽ ഈ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറയുന്നത് ഈ പോർഷൻ അങ്ങ് കംപ്ലീറ്റ് ആവും. ഇവിടെയെന്ന് വെച്ചാൽ സ്റ്റേറ്റിൽ ഒരിക്കൽ നമ്മൾ ജോയിൻറ്റ് സിറ്റിംഗ് പഠിച്ചു, 108th ആർട്ടിക്കിൾ പ്രകാരം ജോയിൻറ്റ് സിറ്റിംഗ് പഠിച്ചു. ഒരിക്കലും ഒരു സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ എന്താണ്, നെവർ എ ജോയിൻറ്റ് സിറ്റിംഗ് ഈസ് പോസിബിൾ. ജോയിൻറ്റ് സിറ്റിംഗ് എന്താണ്, ഒരിക്കലും എന്താണ് ഒരു സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ജോയിൻറ്റ് സിറ്റിംഗ് നടത്തൂല. എന്തിനാണ് ജോയിൻറ്റ് സിറ്റിംഗ് നടത്തുന്നതെന്ന് വെച്ചാൽ ലോക്സഭയോ രാജ്യസഭയോ ഒരു ബില്ലിന് വേണ്ടി ക്ലാഷ് ആയി കഴിഞ്ഞാൽ ആ ബില്ല് പാസ്സാക്കാൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ രണ്ട് ഹൗസും തമ്മിൽ ക്ലാഷ് നടക്കുന്നതുകൊണ്ട് ബില്ല് എന്താണ് പാസ്സാവാതെ നിൽക്കുകയാണ്. അങ്ങനത്തെ ഒരു സ്റ്റേജ് വരുമ്പോഴാണ് ജോയിൻറ്റ് സിറ്റിംഗ് വിളിക്കുന്നത്. അങ്ങനെ ഒരു ജോയിൻറ്റ് സിറ്റിംഗ് വിളിച്ച് കഴിഞ്ഞാൽ എന്താണ് സ്പീക്കർ വന്ന് പ്രിസൈഡിങ് ഓഫീസറായിട്ട് എന്താണ് ആ ബില്ല് പാസ് ചെയ്തെടുക്കും. പക്ഷേ സ്റ്റേറ്റിൽ അങ്ങനെയൊന്നും നടക്കൂല. അത് അസംബ്ലി കൗൺസിലും തമ്മിൽ ഉടക്ക് നടക്കുകയാണ്, ബില്ല് പാസ് ആ ബില്ല് അങ്ങ് പോകും. പിന്നെ എന്താണ് പുതിയതായിട്ട് ബില്ലൊക്കെ പാസ് ചെയ്തുകൊണ്ട് വരണം, അല്ല ഒന്നും ചെയ്യാൻ പറ്റൂല. ജോയിൻറ്റ് സിറ്റിംഗ് ഒന്നും സ്റ്റേറ്റിൽ നടക്കില്ല. ജോയിൻറ്റ് സിറ്റിംഗ് ഈസ് നോട്ട് പോസിബിൾ ഇൻ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അല്ലെങ്കിൽ വിധാൻസഭയിൽ എന്താണ് പോസിബിൾ അല്ല. ഇനി അത്രയാണ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ്. CM ഇരിക്കുന്ന സ്ഥലമായതുകൊണ്ടാണ് എന്ത് ലെജിസ്ലേറ്റീവ് അസംബ്ലി കൗൺസിലും പറഞ്ഞു. കൗൺസിലിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ഫുള്ളായിട്ട് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഒരു CM ആവാനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണ് ഒരു CM ആവാൻ ആർക്കൊക്കെ CM ആവാൻ പറ്റുമെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഹി ഷുഡ് ബി എൻ ഇന്ത്യൻ സിറ്റിസൺ. എന്താണ് ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ബാക്കി ക്രൈറ്റീരിയയിലെ ഇവിടെ ഒറ്റ കാര്യം മാത്രം ഓർത്ത് വയ്ക്കുക, ബാക്കി ഒന്നും നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ട. എന്താണ് CM ആവാനുള്ള ഏജ്, അത് മാത്രം എപ്പോഴും ചോദിക്കാറുള്ളൂ, അതേ ചോദിക്കാനും ഇല്ല പറ്റുള്ളൂ. അപ്പോൾ CM ആവാനുള്ള ഏജ് അത് ഓർത്ത് വയ്ക്കുക, വേറെ ഒന്നും ഓർക്കണ്ട. 25 years ഓഫ് ഏജ്, മിനിമം 25 വയസ്സെങ്കിലും ആയാൽ മാത്രമേ എന്താണ് ഒരു സ്റ്റേറ്റിൻ്റെ ചീഫ് മിനിസ്റ്റർ ആവാൻ പറ്റുള്ളൂ. ഒരു സ്റ്റേറ്റിൻ്റെ ചീഫ് മിനിസ്റ്റർ ആവണമെങ്കിൽ മിനിമം 25 years ഓഫ് ഏജ് കഴിഞ്ഞിരുന്നാൽ മാത്രമേ എന്താണ് പറ്റുള്ളൂ. അതെന്താണ് CMൻ്റെ ആർട്ടിക്കിൾ 164. അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവർണറാണ്. CMO എങ്ങനെയാണ്, CM റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും എന്താണ് റിസൈൻ ചെയ്യേണ്ടി വരും. സെയിം പ്രൈം മിനിസ്റ്റർ പോലെ തന്നെ. എന്തെങ്കിലും CMൽ ഡൗട്ട് വരുമ്പോൾ പ്രൈം മിനിസ്റ്ററിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി, അതേ പോയിന്റുകളാണ് വരുന്നത്. CM റിസൈൻ ചെയ്താൽ കംപ്ലീറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് റിസൈൻ ചെയ്യണം. CM ആവാനുള്ള മിനിമം ഏജ് 25 years. ഇത്ര മാത്രം എന്താണ് CMനെ കുറിച്ച് പറയാനുള്ളൂ. ഇതിൻ്റെ അപ്പുറം എന്താണ് CMനെ കുറിച്ച് ഒരു പോയിന്റ്സും പറയാനില്ല. പിന്നെ ആപ്പാട് എന്തെങ്കിലും പറയാനുള്ളതെന്ന് വെച്ചാൽ CM ഒരു എമർജൻസി, ഇപ്പം ഒരു ചീഫ് മിനിസ്റ്റർ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി അല്ലെങ്കിൽ CMന് ഇരിക്കുന്ന ടെന്യൂർ എത്രയെന്ന് വെച്ചാൽ നമ്മൾ എത്രയെന്ന് പറയാം 5 വർഷം, 5 years ആണ് ടെന്യൂർ എന്ന് പറയുന്നത്. ഈ 5 yearsൻ്റെ ടെന്യൂറിൽ സപ്പോസ് എന്താണ് ഒരു എമർജൻസി വിളിച്ചു, എന്തെങ്കിലും ഒരു എമർജൻസി, നാഷണൽ എമർജൻസി, സ്റ്റേറ്റ് എമർജൻസി എന്താണെങ്കിൽ എന്താണ് ഡിസോൾവ് ചെയ്ത് വിടും. അല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാഷണൽ എമർജൻസി 5 yearsൻ്റെ വരുമ്പോൾ എന്ത് ചെയ്യും, 5 years 10 years നടക്കുന്ന നാഷണൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇലക്ഷൻ നടത്താനുള്ള പൈസയോ എന്താണ് അതിലോട്ട് മുമ്പിലോട്ട് പോകില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഈ 5 years എന്ന് പറയുന്നത് 6 year ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും. 5 years എന്ന് പറഞ്ഞാൽ 6 year ആയിട്ട് എന്താണ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും. 6 years എന്താണ് ഭരിക്കാൻ പറയും. എന്താണ് നിങ്ങൾ അതേപോലെ റൂൾ ചെയ്യാൻ പറ്റും. വീണ്ടും എന്താണ് എമർജൻസി എന്നാണോ എൻഡ് ആവുന്നത്, ആ എമർജൻസി എൻഡ് ആവുന്നോ വിത്തിൻ 6 months within 6 months the election has to be held എന്നോട്ടാണ് from the date of withdraw of emergency. എന്നാണോ എമർജൻസി എൻഡ് ചെയ്തത്, എമർജൻസി എന്നാണോ
വിഡ്രോ ചെയ്തത് ആ ഡേറ്റിൽ നിന്ന് 6 മന്ത് വരെയുള്ള ടൈം പീരീഡ് എടുക്കും. ആ ടൈം പീരീഡിൻ്റെ അകത്ത് എന്ത് ചെയ്തിരിക്കണം? അടുത്ത എലക്ഷൻ നടന്നിരിക്കണം. അടുത്ത സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ എലക്ഷൻ എന്ന് വെച്ചാൽ 5 years കഴിഞ്ഞ സ്റ്റേറ്റാണ്, 5 വർഷം കഴിഞ്ഞ് നിൽക്കുകയാണ്. അറ്റ് ദ വെക്ക് ഓഫ് എന്താണ്, they were going to end their 5-year tenure. At that time ഒരു എമർജൻസി വന്നപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് എല്ലാം എന്ത് ചെയ്യും? they will extend 1 year. ഒരു വർഷം എന്താണ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും. വെറുതെ എന്താണ് അനാവശ്യ ചിലവ് വരുത്താതെ, ഇലക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ കോടികൾ ചിലവാണ് വരുന്നത്. അപ്പോൾ വെറുതെ ഇലക്ഷൻ നടത്താതിരിക്കുക എന്താണ് 1 year കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും. 1 year കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം 6 years അവർ ഭരിക്കും. അതിനുശേഷം എമർജൻസി എന്നാണോ എൻഡ് ആവുന്നത്, ആ എമർജൻസി എൻഡ് ആവുന്നത് വിത്തിൻ 6 months എന്താണ് ആ സ്റ്റേറ്റുകളിൽ എന്താണ് ഇലക്ഷൻ നടക്കണം. ഏതോട്ടുള്ള ഡേറ്റ് നോക്കും എന്നാണ് എമർജൻസി വിളിച്ച് തീരുന്നത്, ആ ഡേറ്റ് വരെ നോക്കും. ഇപ്പോൾ എന്താണ് ഒരുപാട് സ്റ്റേറ്റുകൾ പല സമയത്തായിട്ട് ഇലക്ഷൻ നടത്തണം. പല സമയത്ത് നരേന്ദ്രമോദിക്ക് എന്താണ് ഇലക്ഷൻ നടക്കുന്ന സമയത്ത് എന്താണ് അത് എല്ലാ സ്റ്റേറ്റുകളെല്ലാം എന്താണ് വിസിറ്റ് ചെയ്യണം. അതേപോലെ എന്താണ് മറ്റ് ക്യാബിനറ്റ് മിനിസ്റ്റർമാർ വിസിറ്റ് ചെയ്യുന്നു, മറ്റ് CM ഒക്കെ വിസിറ്റ് ചെയ്യും. അപ്പോൾ അവരെന്താണ് അവരെ ഒഫീഷ്യൽ ടൈം അത്രയും പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. വെറുതെ എന്താണ് കംപ്ലീറ്റ് ഒഫീഷ്യൽ ടൈം വിസിറ്റിങ്ങിൽ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണ് ഇപ്പോൾ നിയമം കൊണ്ടുവന്ന് വെച്ചാൽ 1 nation 1 election എന്ന് പറഞ്ഞ നിയമം പാസ്സാക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാ സ്റ്റേറ്റും എല്ലാ ഇലക്ഷൻ ഒറ്റ തവണ നടക്കും. സ്റ്റേറ്റ് ഇലക്ഷനും സെൻട്രൽ ഇലക്ഷനും ഒറ്റയ്ക്ക്. പിന്നെ 5 കൊല്ലം കഴിഞ്ഞ് ക്യാമ്പയിനിങ്ങിന് ഇറങ്ങിയാൽ മതി. വെറുതെ എന്താണ് ഒഫീഷ്യൽ ടൈം തീർക്കല്ല. അതിന് വേണ്ടിയാണ് 1 nation 1 election ആയിട്ട് വരണം. അതുകൊണ്ട് ചിലപ്പോൾ എന്താണ് ഇഫ് ദ ടെന്യൂർ ഈസ് എക്സ്റ്റെൻഡഡ് ഫോർ 1 year, then after how many months the നെക്സ്റ്റ് എലക്ഷൻ വിൽ ബി ഹെൽഡ് എന്ന് വെച്ചാൽ വിത്തിൻ 6 months, 6 മാസത്തിൻ്റെ അകത്ത് എന്താണ് അടുത്ത എലക്ഷൻ. അത് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇത്ര മാത്രമേ CM നിന്ന് വരുള്ളൂ. CM നിന്ന് പൊതുവെ ക്വസ്റ്റ്യൻസ് വരുന്നത് വളരെ കുറച്ചാണ്. ആ പടം ആർട്ടിക്കലും അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കാറുള്ളൂ. എന്നാലും നോക്കാനുള്ള പോർഷനാണ്, ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. ഏജ് എന്ന് പറയണതൊക്കെ എന്താണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ചോദ്യമാണ്.